തൃശ്ശൂരിലെ പൂങ്ങുന്നത് പോയി പാമ്പിറങ്ങുന്ന സീസണാണെന്ന് തോന്നുന്നു. ഇന്നും അവിടെ പാമ്പുകളെ കണ്ടെത്തി. MG നഗർ സ്വദേശി കാർത്തികിന്റെ വീട്ടിൽ നിന്ന് 2 പാമ്പുകളെയാണ് ഇന്ന് കണ്ടെത്തിയത്. ഇന്നലെ അവിടെ നിന്ന് 18 പാമ്പുകളെ കണ്ടെത്തിയിരുന്ന കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുക. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി ചേരുന്നു. ഏറ്റവും പാമ്പാണല്ലോ ശ്രീജിത്തെ, പറയൂ. ഗുഡ് മോർണിംഗ്. ഇത് പാമ്പിന്റെ വീടാണോ അതോ കാർത്തിക്കിന്റെ വീടാണോ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളാണ് നൽകുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി കിട്ടിയ 2 പാമ്പുകളാണ്, പെരുമ്പാമ്പിന്റെ മലമ്പാമ്പിന്റെ കുഞ്ഞുങ്ങളാണ്. അതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ മറ്റു മാർഗങ്ങളില്ല, ഈ വീടിന്റെ തറ പൊളിച്ച് പരിശോധിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വീടിന്റെ മതിൽ പൊളിച്ച് ഇനി തറ പൂർണ്ണമായി പൊളിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മോടൊപ്പം ഈ ഇവിടുത്തെ പരിശോധിക്കുന്ന പാമ്പുകളെ പിടിക്കുന്ന ആ ഒരു വൈൽഡ് ലൈഫ് വാച്ചർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇന്നലെ 2 ഇന്നിപ്പോ കാലത്ത് 2 ഈ മുട്ടകൾ എന്തെങ്കിലും കിട്ടിയിരുന്നു? മുട്ട അതിപ്പോ ആമര മുട്ടയാണെന്ന് സംശയമുണ്ട്. പാമ്പിന്റെ അല്ല. ഇനിയിപ്പോ ഇത് പൊളിച്ചോക്കണം. മുഴുവൻ പൊത്തുകളാണല്ലേ? ചേച്ചി എന്ത് തോന്നുന്നു? ഈ ഒരു അവസ്ഥ വലിയൊരു ഭീകരാവസ്ഥ. നിങ്ങളോട് ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ 2 ദിവസം മനുഷ്യ കിടന്നുറങ്ങിയിട്ട് തന്നെ ആകെ അവസ്ഥയാണ്. നല്ല പേടിയായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. തീരെ പറ്റണില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഇത് കഴിഞ്ഞാൽ മതി. ഇപ്പോൾ വനംവകുപ്പുകാർ ഇപ്പോൾ വന്നിട്ട് ഇത് കിട്ടിയതിനെ മുഴുവൻ കൊണ്ടുപോകുന്നുണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ ആളാണ് കൊണ്ടുപോകുന്നത്. ടേസൺ ആളാണ് വനംവകുപ്പിൻ്റെ ആള്. അപ്പോൾ അത് കൃത്യമായി നോക്കിയിട്ട് ആൾ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. പൊളിച്ചു നോക്കുകയാണ്. അപ്പോൾ അത് പൊളിച്ച് നോക്കുക. അപ്പോൾ ആൾ പറഞ്ഞിട്ട് അടിയിലുണ്ടെങ്കിൽ അത് എടുക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ JCB വെച്ചിട്ട് അടിഭാഗത്തുണ്ടെങ്കിൽ അത് മുഴുവൻ അത് എടുത്ത് കൊണ്ടുപോകാനായിട്ടാണ് നിൽക്കുന്നത്. മലമ്പാമ്പിന്റെ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്ന ഒരു സംശയം ഉണ്ടല്ലോ. അങ്ങനെ ഒറ്റയടിക്ക് എത്ര മുട്ട വരെ ഇടും? 28-29 മുട്ട പ്രതീക്ഷിക്കാം. അതാണ് സ്കാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് 28-29 മുട്ടകൾ വിരിയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ 2 എണ്ണമാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും പാമ്പ് തറ പൂർണ്ണമായി പൊളിച്ച് പരിശോധിച്ചതിന് ശേഷം അവിടെ ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ സമാധാനമായി കിടന്നുറങ്ങാൻ ഈ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ വീട്ടുകാർക്കൊക്കെ പറ്റുകയുള്ളൂ. ഈ പ്രദേശത്ത് തൊട്ടപ്പുറത്തൊരു തോടാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ആ തോട് നിന്ന് ഇങ്ങോട്ട് വരികയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആ തറ പൊളിക്കുന്ന ആ ഒരു പരിപാടി, ആ നടപടി ഇവിടെ പുരോഗമിക്കുകയാണ്. സ്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.